ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് കോടിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഞാനും പോയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അനിയേട്ടൻ്റെ കൂടെ ഒരു പോക്കും കൂടി പോകാനുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഓണത്തിരക്കെല്ലാം കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതിക്കുട്ടന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ജെൻസിൻ്റെ ഒരു കടയിലാണ് പോയത്. പയ്യന്നൂർ വൈറ്റ് സിറ്റീൻ്റെ മുകളിലെ ഈ ഒരു കടയിലാണ് കേട്ടോ പോയത്. അപ്പം ആദ്യം ഓനോടെ ഓഫറെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാൻറ്റ് നോക്കി. പാൻറ്റ് ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി. അത് കഴിഞ്ഞിട്ടാകുമ്പം വേറൊരു കടയിലും കൂടി പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഈ ഒരു കടയിലേക്ക് വരുമ്പോഴത്തേനും ആടില്ലേനേക്കാളും റേറ്റ് ഉണ്ട് പാൻറ്റിന്. അങ്ങനെ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇടുന്നൊരു ടീഷർട്ട് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് തിരിയറാ, അങ്ങോട്ട് തിരി. വേക്കാനിച്ചേ ബാക്കിലൊന്ന് ഇഷ്ടായിനാ വീട്ടിലെത്തിയിട്ട് ഇടാണ്ടെന്നൂടാ ഇഷ്ടായിട്ടാ. ഇഷ്ടപ്പെട്ടെടുക്ക്. അവസാനം അതിക്കൂട്ടൻ എടുത്തത് ദാ ഈ ഒരു 5 സ്ലീവ് നീല ടീഷർട്ടാണ് കേട്ടോ. ഇനി ലോഗുന് എടുക്കാൻ വേണ്ടിയിട്ട് തായിലെ വേറൊരു കടയിൽ പോയി അതിക്കൂട്ടന് പാൻറ്റ് എടുക്കണം അത്ര. ലോഗുന് പിന്നെ ആദ്യം എടുത്തത് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അതങ്ങനെയാണ് എപ്പം ആദ്യമാണ് കുറച്ച് സെലക്ഷനിൽ ടൈം എടുക്കൽ. അതെ, എന്തായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കണം, അതൊക്കെയാണ്. പക്ഷേ ലോഗുന് എന്താണെന്നറിയില്ല, എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം എടുത്തത് അതോന് ഇഷ്ടമാവും. അത് കഴിഞ്ഞിട്ട് നമ്മിതാ അതിക്കൂട്ടന് ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മേലെ ആദ്യം കയറിയ കടയില്ലേ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ലാസ്റ്റ് അവന് ഇഷ്ടപ്പെട്ട തന്നെ ഒരു ജീൻസ് കിട്ടിയിട്ടാ. അവസാനം നമ്മൾ ആദ്യം വന്ന കടയിൽ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നത് അതിക്കൂട്ടന് ലോകം അത് പെട്ടെന്ന് എടുക്കുകയും ചെയ്യും. നോക്ക് രസമുണ്ട്, അല്ലുണ്ട്. അതികൂട്ടന് പാൻറ് എടുത്തതിന് ശേഷം നമ്മൾ അച്ഛൻ്റെ ഷർട്ട് മാറ്റാൻ പോയിട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഷർട്ട് അച്ഛന് ഇഷ്ടമായിട്ടുണ്ടായിട്ട്. അച്ഛൻ അങ്ങനെ വലിയ കോളവില്ല ഷർട്ടൊന്നും ഇഷ്ടമല്ല, സിമ്പിളായിട്ടില്ല എന്ന് ഇഷ്ടം. അങ്ങനെ അച്ഛൻ്റെ ഷർട്ട് മാറ്റാൻ പോയെടുത്തുനിന്ന് ലോകൂട്ടനിലെ ടീഷർട്ടും കൂടി എടുത്തു. ഇത്രയാകുമ്പോഴത്തേനും സമയം 1-1:30 ആയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ പയ്യന്നൂർ തന്നെ സ്റ്റാൻഡിൽ ഷേണായി സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കടയിൽ ഇതാ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് പയ്യന്നൂർ മാളിലേക്കാണ് കേട്ടോ. ആദ്യം പോയത് വാച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും ലോകൂട്ടനും വന്ന സമയത്ത് ലോകൂട്ടൻ വാച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എസ്കേപ്പ് ആയത് അച്ഛനെ കൂട്ടിയിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്രാവശ്യം ലോകു അത് മുറുക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിന്. വാച്ച് വാങ്ങിയിട്ട് ആൾ ഒരടി മുന്നോട്ട് വെക്കൂലെന്നുള്ള വാശിയില്ലായിരുന്നു. അങ്ങനെ വാച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. കളർഫുള്ളാളാ ലോകു. ഈ റൗണ്ട് ആണ് ചോപ്പിന് എത്ര ഇതിന് കൂടുതലല്ലേ? വാറണ്ടിയിലേന് പൈസ ഈ കളർ രസമുണ്ട്. ഇങ്ങനെ 9 അങ്ങനെ ആയിരിക്കണം. സമയം തെറ്റാ, സമയം ഇഷ്ടത് എന്തൊരു തലകുലിക്കലും ഇതില്ലാത്ത ഇഷ്ടായിട്ടേ നല്ല ഉണ്ടല്ലോ കൈക്ക് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് മതി. കോപ്പി ടെക്സ്റ്റൈൽസ് വന്നിട്ടായിട്ട് കേട്ടോ. ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ട്
പോകുമ്പോൾ എന്നാ എടുക്കേണ്ടതെന്ന് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ട് അതുകൊണ്ട് ആദ്യം തന്നെ അമ്മമാർക്ക് നൈറ്റി എടുത്താലോ വിചാരിച്ചിട്ട് 1-2 നൈറ്റി നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു നൈറ്റി ഒന്നും വേണ്ട, രണ്ടാൾക്കും സാരി എടുക്കാമെന്ന്. അങ്ങനെ സാരീൻ്റെ സെക്ഷനിലേക്ക് പോയി. ഏത് കളറാണ് എടുക്കേണ്ടത് എടുത്തിട്ട് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ലേഖമ്മേനെ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു എനിക്ക് സാരി വേണ്ട, കുറേ സാരി തന്നെ ബ്ലൗസ് അടിക്കാണ്ട് ഉണ്ടത്രേന്ന് പറഞ്ഞു. അപ്പം വസന്തമ്മ സാരി മാത്രമല്ല എടുക്കുമല്ലോ. അങ്ങനെ വസന്തമ്മക്ക് ഇതാ ഈ ഒരു സാരിയാണ് എടുത്തത്. പിന്നെ മാളിൽ തന്നെ തായിലെ ഷോപ്പിൽ വന്നിട്ട് എനിക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഇതാ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പാൻറ്റും ടോപ്പും ഒരേ കളർ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ മേടിച്ചെന്ന ടോപ്പാണ് ഇതാ ഞാൻ ഇട്ടിട്ടുള്ളത്. അത് അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിട്ടാ. അപ്പം അനിയത്തിക്കും എനിക്കും ഒരേ കളർ എടുത്തു. പിന്നെ അമ്മക്കും അവിടെ നിന്ന് തന്നെ ചുരിദാർ ആണ് ലേഖമ്മക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാ ബസ് കാത്തൊക്കെയാണ് കാണുന്നില്ല. കൊണ്ടുവന്നാൻ തുടങ്ങി. അങ്ങനെ നമ്മ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും അമ്മയും കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ചെല്ലാം സാധനം വാങ്ങിനല്ലോ അമ്മ. അത് അമ്മേന്റെ വക പിന്നെ എല്ലാ കൊല്ലം ഓണക്കോടി കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും, പിള്ളേർക്കായാലും എനക്കും. പിന്നെ ഇപ്പം അനിയണ്ടപ്പുറം രാവിലെ ഒരു 2 ദിവസത്തിന് പോയതാണ്. ഇപ്പൊ വൈകുന്നേരം 4 മണിയെല്ലാം ആയിട്ടുണ്ട്. അതിൽ പോകുമ്പേ ഒരു ഇൻസ്റ്റാഗ്രാമിലെല്ലാം നോക്കിയിട്ട് പിന്നെ പയ്യൂരാട്ടോടെ വൈറ്റ് സിറ്റിന്റെ ഉള്ളല്ലേ ഷോപ്പിൽ പോയത്. അപ്പൊ ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ട് പിന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് അതിനേക്കാളും വില പറഞ്ഞിട്ടുണ്ടാവുമോ വെച്ചിട്ട് വേറൊരു ഷോപ്പ് പോകുമ്പോൾ ആടെ അതിനേക്കാളും പൈസ പോയിട്ട് പിന്നെ ഒന്നും വാങ്ങാണ്ടൊക്കെ കഴിയില്ല. അങ്ങനെ ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് ഒരുപാട് കവർ കാണുന്നു. ഓരോരോ സ്ഥലത്ത് നിന്ന് ഓരോന്നോരോന്ന് അങ്ങനെ എടുത്തിട്ട്. അപ്പൊ ലോകൂട്ടന് എടുത്ത പാൻറ് ഇതാണ്. ലോകൂട്ടന്റെ അച്ഛന്റെ പക ലോകൂട്ടന്റെ ഓണക്കോടി കാണിച്ചു കൊടുക്കാറ ലോകു കവർ മാറ്റി. ഇത് ബനിയൻ, ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചിന്. ഇത് അച്ഛന്റെ ഷർട്ട് നമ്മ കഴിഞ്ഞ ദിവസം പോയാലും അച്ഛന്റെ ഷർട്ട് എടുത്തത് അച്ഛന് ഇഷ്ടമായിട്ടാ. അന്നേരം അത് മാറ്റാൻ പോയാലും ആടെ നാന്ന് ഷർട്ട് എടുത്തിന്. ഈ ടീഷർട്ട് ബാക്കിൽ ഇതാ ഭാരത് നിന്ന് എടുത്തിന്. പാന്റ് വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിന്. പിന്നെ അതിന്റെ കൊടുത്തത് എല്ലാം വേറെ വേറെ ഇതാ. അപ്പൊ പോയ വാച്ച് പിന്നെ പോയ സ്ഥലത്തൊന്നും വാങ്ങാണ്ട് വരാണ്ട് എല്ലാവരും ചുരിദാ ചെറിയ കടയിൽ നിന്ന് ഒരു ടീഷർട്ട് അതിലെ പാൻറ് പണിക്കാൻ പോയിരുന്നു. നല്ല കൈ മുറിഞ്ഞാണ്. അത് പാൻറിന്റെ ഈ ഹോളില്ലേ ബട്ടൺ ഇടുന്നേ അത് ചെറുത്. എന്നിട്ട് അവർ അതിനെ കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോ കൈക്കന്നെ ഇവിടെ കുത്തിയിട്ട് ചോര നിൽക്കുന്നേ നമുക്കൊന്ന് ഞാനവനേറ്റം കൊണ്ടേ. ഇത് കഴിഞ്ഞ ദിവസം അമ്മയും ഞാനും അച്ഛന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അച്ഛന് ഇഷ്ടമായിട്ട് അച്ഛന് ഇങ്ങനത്തെ പ്ലെയിൻ കളറ് അല്ലെങ്കിൽ ലൈറ്റ് കളറ് വലിയ ചെക്കില്ല ഷർട്ടാന്ന് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്ന് മാറ്റിയെടുത്തതാണ് കേട്ടാ. ഇഷ്ടമായി ഞാനത് അച്ഛനാണ് പിന്നെ പാൻറ് തന്നെ ടീഷർട്ട്. പിന്നെ അരിക്കൂട്ടന് പിന്നെ പുല സുക്കടാന്ന് പോയി കഴിഞ്ഞാല് ഓൻ ആദ്യം എടുക്കും. എല്ലാവരും എടുത്തു കഴിയുമ്പോ അമ്മ എനിക്ക് അതും കൂടി വാങ്ങിത്തരും. അങ്ങനെ വാങ്ങിയതാണ് ജേഴ്സി. ഫൈസില് വേണം. പിന്നെ നമ്മ പോപ്പിയിൽ പോയിട്ടുണ്ടായിനി. അപ്പൊ അനിയേട്ടന് വാങ്ങണത്രേ. അനിയേട്ടന് മാത്രം വാങ്ങിയിട്ട് എല്ലാവരും വാങ്ങി കഴിയുമ്പോഴത്തേനും അനിയേട്ടന് ക്ഷീണം പിടിച്ചു. അനിയേട്ടൻ പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോയിട്ട് വാങ്ങിക്കോളാം. പിന്നെ ഇത് വെച്ചാല് ബെഡ്ഷീറ്റെല്ലാം എല്ലാം പഴയ ആയിട്ടുണ്ടായിനി. അനിയേട്ടൻ പണ്ട് ഗൾഫിലുണ്ടാകുമ്പോൾ ഇഞ്ചിരം കാലത്തെ ബെഡ്ഷീറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കുറെ നാളായി വിചാരിക്കുന്നത് പുതിയ ബെഡ്ഷീറ്റ് വാങ്ങുന്നത്. അപ്പൊ ഇത് പുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഊനോ അനിയേട്ടൻ്റെ അപ്പൊ പുറത്ത് കിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ബെഡ്ഷീറ്റ് വേറെ. പിന്നെ കുറേ കാലമായിട്ടില്ലേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മക്കൊന്നും ഓണക്കോടിയൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായിനി. അനിയേട്ടൻ ഗൾഫിലുള്ള സമയത്താണ് നാട്ടിൽ വന്നാൽ എല്ലാം വാങ്ങിക്കൊടുക്കലുണ്ടായിനി. പക്ഷെ അതിന് ശേഷം അനിയേട്ടൻ നാട്ടിൽ വന്ന് പിന്നെ പണിയെല്ലാം വയ്ക്കാതൊക്കില്ല. അങ്ങനെല്ലാം ആകുമ്പോൾ ഒന്നും എനക്കായാലും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം കൊണ്ടും നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടും ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ വാങ്ങിയിട്ടുണ്ടമ്മ. ഇത് അച്ഛനും ഷർട്ട്. അച്ഛനും ഇങ്ങനത്തെ ലൈറ്റ് കളറിൽ ഇഷ്ടം. അമ്മേൻ്റെ കാര്യമുണ്ട്.
അമ്മ വിളിച്ചു ചോദിച്ചാൽ വിളിച്ച് ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിനെ വീഡിയോ കോൾ ചെയ്യാ ഏത് ഡ്രസ്സ് എടുക്കേണ്ടതെന്നില്ല അറിയില്ലല്ലോ. അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആദ്യം മാറ്റാൻ പോയത്. അപ്പൊ അമ്മ ഒന്ന് സാരി വേണ്ട, സാരി നമുക്ക് കുറേ ഉണ്ട്, ബ്ലൗസ് അടിക്കാൻ ഇനിയുണ്ട് അത്രേ. അപ്പൊ അമ്മ ഇപ്പൊ ചുരിദാർ ഇടാൻ തുടങ്ങിയ പിന്നെ ചുരിദാർ ഇട്ട് തുടങ്ങിയിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഷാളും പാൻറ്റും എല്ലാം ഉണ്ടാവും. ഇത് പാൻറ് ഷാള് ഇഷ്ടമായ കളർ. പിന്നെ പാൻറ്റടെ എന്റെ സ്വന്തം മോക്ക് വസന്തമോൾ ഇങ്ങോട്ട് വരുമ്പോ തരും കേട്ടാ. അല്ലെങ്കിൽ നമ്മ ഉത്രാടത്തിനോ അല്ലെങ്കിൽ ഓണത്തിനോ അങ്ങോട്ട് വരുമ്പോ തരാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഇതിലൊരു പാൻറ് എടുത്തു, ഒരു ലൂസ് പാൻറ്. പിന്നെ ഇതെനക്ക് എപ്പോൾ എനിക്ക് എടുക്കുന്നത് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത്. ഇത് ഞാൻ ഇട്ടതില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയും പോയിട്ട് എടുത്ത ചുരിദാറാണ് കേട്ടാ. അത് പിന്നെ ഇത് നമുക്ക് ഇതുണ്ടായിരുന്നു നമ്മ കല്യാണം ഉണ്ടായാലും ഞാൻ ഏതായാലും ഷേപ്പാക്കി ഇട്ടു. അപ്പം ഇന്ന് 15 രൂപ 18. അപ്പം രണ്ടാക്കും ഒരേ മാച്ച് ഏച്ചി അനിയത്തി ഓണത്തിന് മാച്ച് ആക്കിയിട്ട് ഇടുന്നു. ഇതെൻ്റെ അനിയത്തിൻ്റെ പാൻറ്റും ടോപ്പും എടുത്തത് ഒരു കറുപ്പ് ടോപ്പാണ് നോക്കി എടുത്തിട്ടുണ്ടേ. ഡാൻസെല്ലാം പോകുമ്പോൾ ഇടായി വെച്ചിട്ട് പാൻറ്റും അതന്നെ ടോപ്പും അതന്നെ. അപ്പോൾ ഇനി അനിയേട്ടനും കൂടി വാങ്ങാനുണ്ട് അത്ര. അത് നമുക്ക് ഓണത്തിന് 2 ദിവസം മുന്നേ പോയിട്ട് വാങ്ങാൻ തോന്നും. ലാസ്റ്റ് അനിയേട്ടൻ നിന്ന് മതിയായിനി. എന്താ വെച്ചാൽ ഇതെല്ലാം ഓരോരോ കടയിൽ കയറി ഇറങ്ങി മതിയായിനി. അപ്പോൾ പിന്നെ നമ്മൾ ടൗണിൽ നിന്നായാലും ഷോപ്പിൽ തുണിയെടുക്കാൻ കയറുമ്പോൾ നമ്മളെ യൂട്യൂബ് ഫാമിലിത്തെ കുറേ പേരെ കണ്ടിനി. എല്ലാവരും നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിനി. ഒരുപാട് നന്ദി നിങ്ങളെ കാണാൻ പറ്റിയതിൽ. അപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാനും പറ്റിയതിൽ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്, ഇങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ, വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.